കാശുള്ളവനും കാശില്ലാത്തവനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അത് കാശുള്ളവനെ പോലെ ജീവിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കാര്യങ്ങളൊക്കെ അത് അവൻ്റെയോ നമ്മുടെയോ തെറ്റല്ല. നമ്മുടെ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഈ സാഹചര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എന്തെങ്കിലും അർഹതപ്പെടാത്ത സാധനങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ സാധനം അവൻ്റെ താല്പര്യമില്ലാതെ എടാ എനിക്കിത് തന്നേ പറ്റൂ, അല്ലെങ്കിൽ എനിക്കിത് ഉപയോഗിക്കാൻ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോർ പരിപാടിയാണ്. കാര്യം എന്തെങ്കിലും നമ്മളത് ആഗ്രഹിച്ച് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, തൊപ്പി കാസ്ട്രോയും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ നിങ്ങൾ പല ആൾക്കാർ ഇതിനോടൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഈ ഒരു ഇഷ്യൂ അറിയുന്നത് ലാസ്റ്റ് ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ടാണ്. അപ്പം ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ, തൊപ്പിയും കാസ്ട്രോ ഒക്കെ ആണെങ്കിൽ ഒരു പബ്ജിയുടെ ഈ പറയുന്ന പോലെ ടൂർണമെന്റിന് അവർ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് അവർ പോയിട്ടുള്ളായിരുന്നു. അപ്പം ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോയിട്ടുള്ളായിരുന്നു. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷമാണെങ്കിൽ തൊപ്പി ആണെങ്കിൽ കാസ്ട്രോയുടെ വണ്ടി ഒന്ന് ഓടിക്കാൻ തരാമെന്ന് ചോദിക്കുന്നത്, ബെൻസ് ആണ്. അപ്പം ഓടിക്കാൻ തരാമെന്ന് ചോദിക്കുന്നു. അപ്പം കാസ്ട്രോ ആണെങ്കിൽ പറയുന്നു പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി കൊടുക്കുന്നില്ല, വേണമെങ്കിൽ നിനക്കൊരു റൈഡ് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് പറഞ്ഞിട്ട് ഭയങ്കര സാഡ് BGM ഒക്കെ ഇട്ടിട്ട് തൊപ്പിയാണെങ്കിൽ ഈ പറയുന്ന പോലെ തൊപ്പി എന്നിട്ട് പറയുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ ഞാനിത് വാങ്ങുന്നുള്ള രീതിയിൽ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് മാത്രം ആളുകൾ എടുക്കാതെ കാസ്ട്രോ ആണെങ്കിൽ ഭയങ്കര വലിയ എന്തോ തെറ്റ് ചെയ്തു, തൊപ്പിയോട് ഭയങ്കര മോശമായിട്ട് പെരുമാറി, ഇങ്ങനെയല്ല കാശിന്റെ ഹുങ്കാണ് അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊപ്പിയുടെ കുറെ ഇച്ചിമുള്ളി ഫാൻസ് ഇതിന്റെ താഴെ വന്ന് കുറെ കമന്റ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഒപ്പം ഇവരുടെ ആണെങ്കിൽ ഈ ഡോക്കിയുടെ ആണെങ്കിലും പറയുന്ന പോലെ കാസ്ട്രോയുടെ ആണെങ്കിലും ഒക്കെ ഓരോ പോസ്റ്റിന്റെ താഴെ പോയിട്ട് ഇതുപോലെ ഇച്ചിമുള്ളി ഫാൻസ് കുറച്ച് സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു സാധനം എന്ന് വെച്ചാൽ, ഈ കാസ്ട്രോ എന്ന് പറയുന്ന ആള് ഒരു എന്താ പറയാ പെട്ടെന്ന് ഒരു ദിവസം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കാസ്ട്രോയുടെ അച്ഛനൊക്കെ ആണെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള റിച്ച് ഫാമിലിയിൽപ്പെട്ട് അങ്ങനത്തെ ഒന്നും അല്ല. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, അത് വേറൊരുത്തിന് കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് കാസ്ട്രോയുടെ ഇഷ്ടമാണ്. ഓക്കെ, അത് മനസ്സിലാക്കാൻ പറ്റാത്ത കൊച്ചു പിള്ളേരാണ് ഈ തൊപ്പിയുടെ ഈ പറയുന്ന ഇച്ചിമുള്ളി ഫാൻസ് എന്നൊക്കെ പറയുന്നത്. ഈ പിള്ളേരുടെ ഒക്കെ എന്ത് പറഞ്ഞിട്ട് കാര്യം. എന്തായാലും അതിലെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. അതിലിന്റെ പേരുണ്ടോ അവിടെ? പിന്നെ പ്രശ്നമില്ല, നീ അത് ഇവന്റെ കൊടുത്തയച്ചാൽ മതി. അവിടെ എനിക്ക് പാസ് തന്നില്ല, കുടുങ്ങിയിട്ടാണ് ഫുൾ അപമാനം. അത് ഇവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റി, അത് മാനേജർ സെറ്റാക്കിയ മാക്കില്ലേ ഓൻ സെറ്റാക്കിയ പട്ടി എന്നോട് പറഞ്ഞ് പാസ് വേണ്ട അവിടെ പോയി പറഞ്ഞാൽ മതി, വിളിച്ച് പറഞ്ഞല്ലേ സെറ്റാക്കിയില്ല. ഞാൻ പാസ് പോയി വാങ്ങേണ്ട ബുദ്ധിമുട്ടിന് ഞാൻ പിന്നെ ഇതാണോടാ VIP പാസ്? നോട്ടെ സാധനം നോട്ടറാ. ഇല്ല നോക്കാനാ എടാ നോക്കാനാ പെട്ടെന്ന് തരൂ എടാ തരൂ. ചുമ്മാ സീനാണ്. ഇവന്റെ പേരെന്തൊരു ആരോട് ചോദിക്കടാ ഒരു VIP പാസ് എവിടെ, സ്ഥലം എവിടെ? ഇതെന്താന്ന് എക്സാമിന് പെൻസിൽ എടുക്കാൻ പറഞ്ഞതാ, 2 പാസ് ഇട്ടാന്ന് ചോദിക്കാൻ എല്ലാരോടും. ഓക്കെ, അപ്പം ഇവിടെ നിന്നാണ് ഈ ഒരു ഇഷ്യൂവിന്റെ ഒക്കെ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഞാൻ ഈ ഒരു വിഷ്വൽ ഇവിടെ വെച്ചത്, ഇതിനകത്ത് അച്ചായൻ പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് കാസ്ട്രോ ഇത് ആരാ, ഇവന്റെ പേരെന്താണ്, ഇവന്റെ സ്ഥലം ഏതാണ് എന്നൊക്കെ അച്ചായൻ ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു ടോപ്പിക്കാണെങ്കിൽ അപ്പോഴും പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ എന്തോ പാസിന്റെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാസ്ട്രോയ്ക്ക് ആണെങ്കിൽ VIP പാസ് ഉണ്ട്. അപ്പോൾ VIP പാസ് കാണിക്കാൻ പറയുമ്പോഴത്തേക്കിന് കാസ്ട്രോ ആണെങ്കിൽ കാണിക്കാൻ മടിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ പറയുന്ന പോലെ തൊപ്പിയുടെ കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ അറിയാലോ, കുറച്ച് ടോക്സിക് രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാതീനം കാണിക്കുക, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ്. ഈ ജോളോ ചിപ്പൊക്കെ എടുത്ത് ജെട്ടിക്കകത്തിടുക, ഇങ്ങനത്തെ കണ്ടന്റ്സ് ചെയ്യുന്ന ആളല്ലേ. അപ്പം ആ സമയത്ത് ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ VIP പാസ് കീറി കളയത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? കാര്യം തൊപ്പിയാണ് ആള്. ഓക്കെ, അപ്പോൾ അവിടെ കാസ്ട്രോ ആണെങ്കിൽ കൊടുക്കാൻ മടിക്കുന്നുണ്ട്, ഈ പാസ് കൊടുക്കാൻ മടിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതൊരു IRL ലൈവാണ്. അപ്പം ഇതിനകത്താണെങ്കിൽ വെറുതെ ഒരു ദിവസത്തെ ഡെയിലി ലൈഫ് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കണ്ടന്റ് ആവില്ല. നമുക്ക് അതിനകത്ത് നമ്മുടേതായിട്ടുള്ളൊരു ഇൻപുട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. നോർമൽ ലൈഫിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ ഈ പറയുന്ന കുറച്ച് എക്സാജുറേറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം അതുകൊണ്ട് തൊപ്പി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാസ്ട്രോയുടെ ആ പാസിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ കാസ്ട്രോ കൊടുക്കാൻ മടിക്കുമ്പോഴത്തേക്കിന് അച്ചായന് നേരെ ഈ ഒരു ഈഗോ സാധനം ഹട്ടായതാണോ? അതായത് ഈ പറയുന്ന പോലെ എടാ അവൻ പാസ് തരാൻ മടിക്കുന്നു, തൊപ്പിക്കാണെങ്കിൽ പാസ് കാണിക്കാൻ കൊടുക്കുന്നില്ല, അപ്പം മടിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ഈഗോ ഹട്ടായിട്ടുള്ളൊരു പരിപാടിയാണ് അച്ചായൻ്റെ ഇവിടുന്ന് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത് ഈ പറയുന്ന പോലെ അവൻ ആര്, അല്ലെങ്കിൽ എവിടെ സ്ഥലം എന്നുള്ളത്. തൊപ്പിയും ഗെയിമറാണ്, കാസ്ട്രോയും ഗെയിമറാണ്. അപ്പൊ അച്ചായൻ ഈ പറയുന്ന പോലെ കാസ്ട്രോ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബുൾഷിറ്റാണ്. ഇനി ഈ ഒരു ഇഷ്യൂവിന്റെ മെയിൻ സംഭവത്തിലോട്ട് പോയി. ഇതിനകത്താണെങ്കിൽ ആ കാർ ഓടിക്കാൻ തൊപ്പി ചോദിക്കുന്നത് പിന്നീട് മടിക്കുന്ന കുറച്ച് സംഭവം ഉണ്ട്, അത് ഇങ്ങോട്ട് ഞാൻ പ്ലേ ചെയ്യാം. എടാ നാറ്റിക്കല്ല ഒറ്റ റൗണ്ട് ഓടിക്കണ്ട, ഒറ്റ റൗണ്ട് ഒന്നും ചെയ്യില്ല, ഒറ്റ റൗണ്ട് വാ പ്ലീസ്, ഒറ്റ റൗണ്ട് പ്ലീസ്.
തരൂല. എടാ എന്തിനാണോ പേടിക്കുന്നത്? എനിക്ക് എന്നെ പേടിയാന്നല്ല വണ്ടി. വണ്ടി ഞാൻ വേറെ കൊടുക്കാറില്ല. ഇതുവരെ ആരും കൊടുത്തില്ല. ഇല്ലടാ, ഞാൻ പേടി, എനിക്ക് സത്യം പറഞ്ഞ നല്ല പേടി വേറെ കൊടുക്കാൻ. ഇവനെ കയറി ഞാൻ റൗണ്ട് തരാം. ഇവൻ എന്തിന്റെ ആവശ്യം നീ നോക്ക്, സാധനം നോക്കടാ, നോക്കടാ. ഹലോ, കേറി ഇരുന്നോട്ടെ, ഓടിക്കുന്നില്ല. ഒന്ന് പോയടാ പോയെന്ന്. നീ ഇങ്ങോട്ട് അങ്ങോട്ട് മാറിയ കുഞ്ഞോ വേണോ? ഇത് i4 അല്ലേ ബ്രദർ? വൺ ഡേ, ഒരു നാൾ. ഇപ്പം ഏതാ അച്ഛൻ അറിയില്ല? എനിക്ക് വേണ്ട, അവൻ അറിയണ്ട. ഇവനെ അറിയില്ല അച്ഛാ? എനിക്കൊന്നും അവനെന്ന് അറിയില്ല. ഇവനാന്ന് മൊത്തം ശരിയാ. എന്ത് എടാ, എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല. ഡോക്കി മതി, വിട്. അച്ഛാ അറിയുന്ന നീ പോടാ മൈരാടുന്നു. എന്താടാ നിന്റെ തന്ത? എടാ ഞാനാണ് നിന്റെ തന്ത. നിങ്ങൾ ആലോചിച്ച് ഒരാളുടെ തന്തയ്ക്ക് ഒരു പരിപാടിക്ക് വന്നിട്ട് നിൽക്കുകയാണ്. ഈ തന്തയ്ക്ക് വിളിക്കാനും മാത്രം ഇയാൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ ഇതിനകത്ത് IRL ലൈവിനകത്താണെങ്കിൽ ഇവര് ഈ പറഞ്ഞ പോലെ ഈ അച്ചായനാണെങ്കിലും പിന്നെ വേറൊരു പയ്യനുണ്ട് ഇതിന്റെ കൂട്ടത്തില്, ഇവനാണെങ്കിലും തൊപ്പിയാണെങ്കിലും ഓരോ ക്യാരക്ടർ ബിൽഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ സാധനത്തിൽ നിൽക്കുന്നത്. കാര്യം കണ്ടന്റ് കൊടുക്കണമല്ലോ. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പോലെ അച്ചായനാണെങ്കിൽ നല്ല രീതിയിൽ ഈഗോ ഹട്ടായിട്ടുണ്ട്. കാര്യം അവനെ ആരാൻ ചോദിക്കുന്നു, അവൻ ആരാ എന്താന്ന് ചോദിക്കുന്നു, അറിയത്തില്ല എന്ന് പറയുന്നത്. തിരിച്ച് അവരും അതേപോലെ പറയുന്നത് ഇയാൾ ആരുടെ ഇത്, പിന്നല്ലാതെ എന്താ പറയേണ്ടത്, പിന്നല്ലാതെ എന്താ പറയേണ്ടത്. അതേപോലെ അമ്മമാര് തിരിച്ച് സംസാരിച്ചു. അപ്പൊ വണ്ടി കൊടുക്കുന്നതൊക്കെ ഒരാളുടെ കൺസെന്റ് ആണ്. ഇപ്പം കാസ്ട്രോ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നിട്ടുള്ള ഒരാളാണ് അല്ലേ. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് അത്രയും ഇതായിട്ട് നിന്ന് വന്ന് ഇതുപോലെ ഒരു വണ്ടി വാങ്ങിച്ചു, പൈസ ഒക്കെ ഉണ്ടാക്കിയ വണ്ടി വാങ്ങിച്ചു, കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന കാസ്ട്രോയ്ക്ക് ഇപ്പൊ തൊപ്പി വന്നിട്ട് ഈ പറയുന്ന പോലെ വണ്ടി ഈ പറയുന്ന ഓടിക്കാൻ ചോദിക്കുമ്പോഴത്തേക്കിന് കാസ്ട്രോ വണ്ടി ഓടിക്കാൻ കൊടുത്താലും അത് കണ്ടന്റ് ആണ്, വണ്ടി ഓടിക്കാൻ കൊടുത്തില്ലെങ്കിലും അത് കണ്ടന്റ് ആണ്. വണ്ടി കൊടുക്കാത്തതുകൊണ്ടാണല്ലോ ഇപ്പം ഇത്രയും രീതിയിൽ കണ്ടന്റ് കുറച്ച് ഓടിയത്. അപ്പം ഈ സാധനം ഓടുമ്പോഴും ഈ ഇവിടുത്തെ ഇച്ചിമുള്ളി ഫാൻസിന് അറിയത്തില്ല ഇത് കണ്ടന്റ് ആണെന്നും ഇവർ ഓരോ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് നിൽക്കുന്ന സാധനമാണെന്നും. പിന്നെ കാസ്ട്രോ എന്ന് പറയുന്ന ഒരാള് ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നാളെ തൊപ്പി അല്ലെങ്കിൽ ആ സമയത്താണെങ്കിൽ തൊപ്പിയാണെങ്കിൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചിടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കാണിക്കുകയോ തൊപ്പി ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? കാര്യം തൊപ്പിയാണ്, തൊപ്പി ആയതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അവിടെ വണ്ടി കൊടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ ആണെങ്കിൽ കാസ്ട്രോയുടെ തീരുമാനമാണ്. അത് ആ ഒരു ഇച്ചിമുള്ളി ഫാൻസിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാര്യം തൊപ്പിയോടാണെങ്കിൽ കാശിന്റെ ഹുങ്ക് കാണിച്ച് അവന് മാത്രമേ ഉള്ളൂ വണ്ടി, നാളെ തൊപ്പി ഇത് കാണിക്കുന്നിട്ട് അവന്റെ മുന്നേ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുള്ളിക്കൊണ്ടിരിക്കുകയാണ് കമന്റ് ബോക്സിൽ കിടന്നിട്ട്. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ ഞാൻ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അച്ചായ വന്നിട്ട് മറ്റവനാണെങ്കിൽ ഈഗോ ഹട്ടായിട്ട് മനസ്സിലായില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നേരെ തന്തയ്ക്ക് വിളിക്കുകയാണ്. ഓക്കെ, അപ്പം തന്തയ്ക്ക് വിളിക്കണം. അപ്പം ഈ പറയുന്ന പോലെ ഇവര് റിയൽ ലൈഫിൽ ഇതുപോലെ ആണെങ്കിൽ, പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് റിയൽ ലൈഫിൽ ഇതുപോലെ ആണെങ്കിൽ നല്ല പൊട്ടിരിട്ട്. അപ്പം മനസ്സിലാക്കേണ്ടത് കണ്ടന്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണെങ്കിൽ പോലും ഈ തന്തയ്ക്കൊക്കെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ഓവറായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ഈ പറയുന്ന പോലെ ഡോക്കി ആണെങ്കിലും തിരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് ഡോക്കിയും തിരിച്ച് തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. അത് എന്തായാലും നന്നായി. അത് അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇങ്ങനെ എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ പറ്റില്ല. നിന്നെ വണ്ടിക്കകത്ത് ഇറക്കിയപ്പോഴത്തേക്ക് അവൻ അങ്ങോട്ട് കയറി കൊണ്ടു. അവന് നിന്നെ വണ്ടിക്കകത്ത് കയറ്റി നീ ടെസ്റ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പോകരുത്, മേടിക്കരുത്, ചോദിക്കരുതെന്ന്. അതെനിക്ക് നടക്കണം. ഈ സീനിൽ ഞാൻ ഉണ്ടോ? ആ, നീ ഉണ്ട്. അപ്പൊ നിനക്കൊരു മൈരും അറിയാൻ മേലെ? ഇല്ല. നീ അവിടെ ചെന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് അകത്ത് കയറിയിരിക്കണമെന്ന്. നിനക്കില്ല BMW വേണ്ട നിനക്ക്? ഞാൻ വിചാരിച്ചാൽ മേടിക്കാൻ പറ്റൂലേ? അല്ല, അതല്ല ഞാൻ വാണല്ല, എന്റെ ഫ്രണ്ടാണ്, ഒന്നിച്ച് ഗെയിമെല്ലാം കളിക്കുന്നത്. പക്ഷെ ഏതോ ഞാൻ മറന്നുപോയി, എന്തോ ഒരു സ്ഥലമുണ്ട്. ഓൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഓൻ ഫുൾ മാസ് അടിക്കുന്നത്. നീ തോക്കുംപടി പാലം കടന്ന് ഇങ്ങോട്ട് വരില്ലാന്ന് പറയുന്ന ഒരു മാസാനുണ്ട്. തോക്കുംപടി എവിടെയാ? തോപ്പുംപടി, ഫോർട്ട് വെച്ചാ? ആ, ഫോർട്ട് വെച്ച്. ഇങ്ങനെ ഒരു സംഭവം പറയുന്നത് ഈ ആരോടോ ഇങ്ങനെ ഗെയിമിലേതോ ചെറിയ പിള്ളേരോട് നീ തോക്കുംപടി പാലം കടന്ന് ഇങ്ങോട്ട് വരില്ലടാ അതെല്ലാം പറഞ്ഞ് മാസം അടിക്കുന്നുണ്ട്. അതിലും മൊത്തം ട്രോളേനു ഇത്. വർത്താനേ ഉള്ളു, ഒന്നും ചെയ്യൊന്നും ചെയ്യില്ല. ചെറിയൊക്കെ ഒന്നും ചെയ്യില്ല. വർത്താനം മാത്രമല്ല, ഗെയിം കളിച്ച് ഉള്ളിരിക്കല. മനസ്സിലായോ? ഞാൻ പുറത്തൊന്നും ഇറക്കണ്ട.
അച്ഛാ ഇതെല്ലാം നമ്മൾ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഗെയിം കളിക്കുന്ന ആൾക്കാരുടെ കൂട്ടായ്മ അതിലുള്ളതാ, മനസ്സിലായോ? അപ്പൊ വള്ളിക്ക് ഇതാക്കണ്ട, മനസ്സിലായോ? നമുക്ക് അറിയാത്ത പുറത്തുള്ള ആരാണെങ്കിൽ നമുക്ക് മഞ്ഞിക്കിടാം. ഇതിപ്പോ അറിയുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും? അച്ഛാ ഓലായിട്ട് ബന്ധമില്ല, ഇത് വേറെ. ഇത് കണ്ടിട്ട് ഇവിടുത്തെ ഇച്ചിമുള്ളി ഫാൻസിന് മനസ്സിലാവുന്നില്ല ഇതൊരു പ്യുവർലി കണ്ടന്റ് ആണെന്നുള്ള സംഭവം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അച്ചായന് കൊടുത്തേക്കുന്ന ഒരു ക്യാരക്ടർ ഈ പറഞ്ഞ അത്യാവശ്യം വള്ളിയൊക്കെ പോയി പിടിക്കുക, ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോവുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഇപ്പോൾ ഇതിനകത്ത് അച്ചായനാണെങ്കിലും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത് ഞാൻ ബെൻസ് അത് എറിഞ്ഞു പൊട്ടിക്കും, മാട ചെയ്യും, കോട ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ ക്യാമറ ഓഫായിട്ട് നിൽക്കുന്ന ടൈമിൽ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കമൻ്റൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല. എന്തായാലും ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് വന്നതിന്റെ പേരിൽ ഇപ്പൊ ഡോക്കിയും കാസ്ട്രോ ഒക്കെ തിരിഞ്ഞിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒരു വീടുണ്ട്. അതിന്റെ ഒരു പോർഷൻ മാത്രം ഇങ്ങോട്ട് നോക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവർ നേരെ നമ്മൾ വരുന്നതും അവൾ വരുന്നതും കറക്റ്റ് ടൈമിലാണ്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തു പോയതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് കറക്റ്റ് ഇവർ മുന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പരിപാടിക്ക് വന്നിട്ട് ഇവർക്ക് പാസും കാര്യമില്ലാത്തതിന് കുറേ നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു. എനിക്കൊന്നൊരു 10-15 മിനിറ്റോളം അവിടെ പോസ്റ്റ് ആയിട്ട് അവർ ബാക്കിൽ നിൽക്കുകയായിരുന്നു നമുക്ക് പരിപാടിക്ക് കയറാനിട്ടാണ്. അങ്ങനെ എന്നിട്ട് കുഴപ്പമില്ലാണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന്. എന്നിട്ടും ആണ് പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് 2 പാസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ തൊപ്പി സംസാരിക്കുമ്പോൾ ഓക്കെ, നമുക്ക് പരിചയമുള്ള ഗെയിമിംഗ് കമ്മിറ്റി ഉള്ളതാണ്. ഞാനും അതേ രീതിയിൽ കമ്പനി ആയിട്ട് തന്നെ സംസാരിച്ചുള്ളൂ, അല്ലെങ്കിൽ ഓരോന്ന് കാട്ടിക്കൊള്ളുമ്പോൾ എല്ലാം തമാശ രീതിയിൽ ഇതാക്കിയിട്ടുള്ളൂ. അതിനുശേഷം അച്ചായൻ വന്നിട്ട് എന്തോ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, ഏതാണ്, എവിടെയാണ്, എൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിഞ്ഞിട്ടാണോ അത് അറിയാനിട്ടാണോ അറിയില്ല, അങ്ങനെ ഒരു ആക്കിയ രീതിയിൽ അങ്ങനെ സംസാരിച്ചു, ആരാണ് എന്നൊക്കെ രീതിയിൽ. അപ്പൊ അത് അവന് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ചുമ്മാ നമ്മൾ അറിയാൻ ഒരു കണ്ടന്റ് വേണ്ടി ചെയ്യണ പോലെ എനിക്ക് തോന്നിയത്. എനിക്കത് അതേപോലെ വന്നു, ഒരു കണ്ടന്റ് വേണ്ടി ചെയ്യണ പോലെ തോന്നിയത്. ഇവനെ കണ്ടിട്ട് അറിയാൻ പാടില്ല. ഇപ്പൊ എന്നെ അറിയാൻ പാടില്ല, എന്നെ അറിയാത്തൊരു കുറെ പേരുണ്ടാവും. പക്ഷെ ഇവൻ അറിയാൻ പാടാത്തവരെന്ന് പറഞ്ഞാൽ ഗെയിം ഫീൽഡിൽ നിൽക്കണം, ഗെയിം തൊപ്പിലൂടെ നിൽക്കുന്നത്. അപ്പൊ അറിയാൻ പറ്റും, സാധാരണ അറിയാൻ പറ്റും, അത് ഉറപ്പായിട്ട് അറിയാൻ പറ്റും. കാരണം കളിയാക്കി. അപ്പൊ പുള്ളിക്കാരൻ കളിയാക്കണോ? പുള്ളിക്കാരൻ തിരിച്ചൊരു കളിയാക്കൽ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തൊപ്പിയെടുത്ത് ചോദിച്ചത്. തൊപ്പി ധാരാണെന്ന് ഞാൻ ചോദിച്ചു, ഡയറക്റ്റ് തൊപ്പി ധാരാളെന്ന് വെച്ചു. അപ്പൊ മാനോട് തൊപ്പി ധാരാളെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു, തൊപ്പി പറഞ്ഞു അറിയില്ലെന്ന് വെച്ചു. പറഞ്ഞു എനിക്കറിയില്ലാന്ന് പറഞ്ഞു. അപ്പോൾ തൊപ്പിയുടെ അടുത്ത് തൊപ്പി അച്ചായൻ്റെ അടുത്ത് ചോദിച്ചു, ഇതാരാണെന്ന് അറിയാൻ പോലെ. അപ്പോൾ എനിക്കൊന്നും അറിയാൻ പോലെ ഇവനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും നിന്നെ അറിയാൻ പോലെന്ന് പറഞ്ഞു. ഞാൻ ഡയറക്റ്റ് പറഞ്ഞു എനിക്കും നിന്നെ അറിയാൻ പോലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നീ അറിയാതിരിക്കാൻ വേണ്ടി അച്ഛനൊന്നും അല്ലാന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഫസ്റ്റ് വിളിച്ചു തുടങ്ങി. അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും മാനേരിയില ഒന്നുമില്ല. അപ്പോൾ തന്നെ അച്ഛൻ വന്നിട്ട് എന്തായാലും അറിയാതിരിക്കാൻ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല എന്ന് പറഞ്ഞു. അവിടെ ചുമ്മാ തന്തക്ക് വിളിക്കേണ്ട, അപ്പനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. തന്തക്ക് വിളിച്ചിട്ട് കേട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് എത്ര വയസ്സിന് മൂത്തവരാണെങ്കിലും തന്തക്ക് വിളിച്ച് കഴിഞ്ഞാൽ കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നല്ല ട്രിഗറായിട്ട് ഞാനോ തന്തക്കെ വിളിച്ചു. ഇത്രയും ഇപ്പം ഇതിൽ പറയാനുള്ളത് വേറെ ഒന്നുമില്ല. കാരണം ഓൾറെഡി സ്റ്റാർട്ടിങ് തന്നെ ഇവർക്ക് ബാഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അതിനുശേഷമാണ് പിന്നെ നമ്മള് ഞാൻ ആ കാരണം ഡാഷ് ക്യാമിൽ ഉണ്ട് നമ്മൾ ഇപ്പം പറയുന്നത് നമുക്ക് പോവാൻ, നമുക്ക് മൈൻഡ് ചെയ്യാൻ നിൽക്കണം. നമ്മള് പിന്നെ ഇത് കഴിഞ്ഞിട്ട് സോറി പറയാനും വന്നായിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല സോറി കേൾക്കണം. തൊപ്പി വന്നായിരുന്നു സോറി പറയാൻ സോൾവ് ആക്കാന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു വെച്ചാല് എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരാളെ നിന്റെ തന്തക്ക് വിളിച്ചിട്ട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പൊ ഇവന് അത്ര പറഞ്ഞു. ഞാൻ തന്നെ ഒപ്പിലെടുത്ത് പറഞ്ഞു നിന്റെ തന്തക്ക് വിളിച്ചിട്ട് സോറി പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു എനിക്ക് സോറി ഒന്നും എനിക്ക് ആവശ്യമില്ല. ആ സോറി പറയാൻ വരുമ്പോൾ കൊടുക്കണം 2 പൊട്ടിയിൽ. അതാണ് ചെയ്യേണ്ടത്. കാര്യം തന്തൊക്കെ വിളിക്കുക കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമാണ്. എന്ത് മാങ്ങയാണെങ്കിലും തേങ്ങയാണെങ്കിലും അതൊക്കെ ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ തന്തയ്ക്കൊക്കെ വിളിക്കുക ഏത് പുന്നാര പോകാനാണെങ്കിലും പൊട്ടിക്കണം. അവിടെ ഈ പറയുന്ന പോലെ പൊട്ടിക്കൊന്നും ചെയ്തില്ല, തിരിച്ച് തന്തയ്ക്ക് വിളിക്കുകയല്ല ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ പറയുന്ന ഇച്ചിമുള്ളികളൊക്കെ വന്നിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് ഈ പറയുന്ന നീ ആരടാ ഇവരെ പറയാനെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് തൊപ്പി അവരും തമ്മിലുള്ള ആക്ച്വലി ഈ ഒരു ഇഷ്യൂ നടക്കുന്നത്. മീൻസ് ഈ പറയുന്ന അച്ചായനാണ് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴും തൊപ്പിയാണ് വിളിച്ചിട്ട് ഒരു അപ്പോളജി ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴും അവിടെ ചോദിക്കേണ്ട ആളാരാണ്? തൊപ്പി അല്ല, അല്ലെ? അച്ചായനാണ് വിളിച്ചിട്ട് ഇതുപോലൊരു സോറി കാര്യങ്ങളൊക്കെ പറയേണ്ടത്. അതേപോലെ അച്ചായൻ അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ അത്യാവശ്യം നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോഴൊക്കെ ആണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ചില ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അവർക്ക് ഈഗോ ഹെർട്ടായിട്ട് ഇപ്പം എനിക്ക് അവനെ പോലെ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൻ നിൽക്കുന്ന സ്ഥാനത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല, എന്നിട്ട് ഈ പറയുന്ന അസൂയയുടെയും കുശുമ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്കറിയാമെങ്കിലും ഇവൻ ആരുടെ ഇവൻ ഏതാ ഇവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഹേർട്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചോദിക്കുന്ന പരിപാടിയുണ്ട്. സീരിയസ്ലി ഈ സംഭവം എനിക്കും പല സ്ഥലത്തുമൊക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹാഷിർ സിനിമയിൽ കയറിയതിന് ശേഷമാണെങ്കിൽ ഹാഷിറിനെ ഓൾമോസ്റ്റ് കേരളത്തിലുള്ള പല ആളുകൾക്കും അറിയാം. ഓക്കെ, ഒരു മെജോറിറ്റി ആളുകൾക്കും കേരളത്തിൽ അറിയാം.
ഈ അറിയുന്ന ആളുകൾ തന്നെ വന്നിട്ട് ഇത് ആഷറിന്റെ ഈ ഒരു ഹൈപ്പ് കണ്ടിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഈ അസൂയം കുശുമ്പ് തോന്നിയിട്ട് താഴെ കമന്റ് ബോക്സ് വന്ന് ഇടുമായിരുന്നു, ഇവൻ ഏതാ ഇവൻ, ഇതൊക്കെ ഏതാ ഇപ്പൊ പൊട്ടി, ഇന്നലെ പൊട്ടി മുളച്ച് വന്നതാണോ അല്ലെങ്കിൽ ഇന്ന് രാവിലെ പൊട്ടി മുളച്ച് വന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വരും. ഇത് പ്യൂർലി കുറെ ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കുറെ പ്രശ്നത്തിന്റെ ഒക്കെയാണ്. ഈഗോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഏത് സ്ഥലത്താണെങ്കിലും അത് കാണിച്ചു കഴിഞ്ഞാൽ മക്കളെ ഭയങ്കര സീനാണ്, ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, പിന്നെ ഈ ഒരു കേസിനകത്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ ഇച്ചിമുള്ളി ഫാൻസ്, നിങ്ങൾ തൊപ്പിയോട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും കുഴപ്പമില്ല, പക്ഷെ അത് ടോക്സിക് രീതിയിലേക്ക് മാറാൻ നിങ്ങൾ പാടില്ല. കാര്യം തൊപ്പി കൊടുക്കുന്ന കണ്ടന്റ്സ് എല്ലാം ടോക്സിക് രീതിയിലൊക്കെ തന്നെയാണ്. അത് എന്താ പറയുക, കുറച്ച് ബോധപൂർവ്വം മനസ്സിലാക്കാനുള്ള ഒരു മിനിമം കോമൺ സെൻസ് എങ്കിലും നിങ്ങൾ കാണിക്കുക. ഓക്കെ, പിന്നെ ഈ വണ്ടി കൊടുക്കാത്ത കേസ്, പലരും ഉണ്ടേ നമ്മുടെ, ഞാൻ എൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തൊപ്പിക്ക് അങ്ങനെ വണ്ടി കൊടുക്കുന്നില്ല, കാസ്ട്രോ വണ്ടി തരാൻ പറ്റൂല എന്ന് പറയുമ്പോഴത്തേക്കില് ഓക്കെ, ഒരു തവണ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് മാറിപ്പോകേണ്ടത് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയാണ്. ഓക്കെ, അപ്പം പിന്നീട് നമ്മൾ എന്താണ് അതിനോടൊരു വാശി കാണിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നാളെ ഒരു വണ്ടി കാണിച്ചിട്ട് നിൽക്കാം, അത് നമ്മൾ ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോഴും തൊപ്പി പറയുന്നുണ്ട് ഒരു നാൾ വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ടല്ല പറയണ്ടത്, ആ വണ്ടിയിൽ കയറാതെ തന്നെ പറയണമായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പലരുടെയും ഈ പറയുന്ന പോലെ ഈ ഐഫോണിൽ കുറച്ച് ക്വാളിറ്റി വീഡിയോസ് എടുക്കണം, ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ഭയങ്കര നീഡായിട്ടുള്ള ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമായിരുന്നു ഈ കാര്യം. ഞാനൊരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത് ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വളരെ അത്യാവശ്യമാണ്, എന്നെ പോലുള്ള പല ക്രിയേറ്റേഴ്സിനും അത്യാവശ്യമാണ്. പക്ഷെ ഇതിൻ്റെ എന്താ പറയുക, ഈ ഐഫോൺ ഉള്ളവരുടെ മുന്നിലേക്ക് എത്തിയിട്ട് എനിക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഒരു സെയിം സിറ്റുവേഷൻ പല രീതിയിൽ ഞാൻ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്നത്തെ ഭയങ്കര വാശിയായിരുന്നു. കാര്യം ഈ ഭയങ്കര മീൻസ് ഐഫോണോടുള്ള ക്രേസ് ഉണ്ടല്ല, ഈ ക്യാമറ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫോൺ എടുത്തിട്ടുള്ളത്, അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇതെടുക്കും എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ പുറത്ത് ആരോടും പറയാനോ കാണിക്കാനോ ഒന്നും നിന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് എനിക്ക് നേടാൻ പറ്റിയിട്ടുള്ള, ഇന്ന് ഞാൻ ഈ ഫോൺ ഇപ്പം വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ഐഫോണാണ്, ഇതെനിക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാരണമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടതിന് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഈ ഫോൺ എടുത്തിട്ടുള്ളത്. അത് ഞാൻ എന്നോട് തന്നെ എനിക്കൊരു വാശി കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അല്ലാതെ അവിടെ ആണെങ്കിൽ അവൻ എനിക്ക് ഫോൺ തന്നില്ല, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് തന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിച്ച് ഇച്ചിമുള്ളിയായിട്ടൊന്നും അവിടെ നിന്നില്ല. നാളെ എനിക്ക് ഇതിനേക്കാൾ വലുതെന്തോ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ നിന്നു എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്. നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഭവങ്ങൾ മനസ്സിലാക്കാതെ, നിങ്ങൾക്കൊരു ബോധമില്ലാതെ ബുദ്ധിയില്ലാത്ത പിള്ളേരുടെ കൂട്ട് നിങ്ങളായി പോകരുത്. ഓക്കെ, നമുക്ക് കാണിക്കേണ്ട ഓരോ ആളുകളുടെ അടുത്തും, കാശുള്ളവൻ്റെ അടുത്താണെങ്കിലും അവൻ കാശുള്ളതിൻ്റെ ഹുങ്ക് കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പട്ടി മൈൻഡ് കാണിച്ചാൽ മതി, അവനെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. ഓക്കെ, അതേസമയം കാശുള്ളവനാണെങ്കിൽ നമ്മളോട് ഇത്രയും മര്യാദയായിട്ട് നിൽക്കുമ്പോൾ കാസ്ട്രോ എത്രത്തോളം മര്യാദയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴും കാസ്ട്രോ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ പറയില്ലടാ പറ്റൂല, എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു റൈഡ് തരാം എന്ന് കാസ്ട്രോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചോദിക്കാൻ ചെല്ലുന്ന ആളും കാണിക്കേണ്ട കുറച്ച് മര്യാദ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ.